Good morning, everyone. I welcome everybody to our English classroom. Today, we learn a new poem, Lines Written in Alice Spring, by one of the famous poets of Romantic period, William Wordsworth. William Wordsworth considered poetry as a spontaneous overflow of powerful feelings. Now, let's go to the poem. നമ്മുടെ കവിതയിലേക്ക് നോക്കൂ. നിങ്ങൾക്ക് കാണാം 4 വരികളുള്ള 6 സ്റ്റാൻസകളാണുള്ളത്. ഇതുപോലെ 4 വരികൾ ചേർന്ന ഒരു സ്റ്റാൻസയെ നമുക്ക് ക്വാട്രെയിൻസ് എന്ന് വിളിക്കാം. 4 വരിക്ക് പകരം 2 വരികളാണെങ്കിൽ അതിനെ കപ്ലറ്റ് എന്ന് പറയും. സോ 6 ക്വാട്രെയിൻസ് നമ്മളിവിടെ കാണുകയാണ്. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. I heard 1,000 blended notes, while in a groove I sat reclined. In that sweet mood when pleasant thoughts bring sad thoughts to the mind. I heard means ഞാൻ കേട്ടു. എന്താണ് കേട്ടത്? 1,000 blended notes. ആയിരക്കണക്കിന്, അതായത് ധാരാളം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലൻഡഡ് നോട്ട്സ്. ബ്ലൻഡ് എന്ന് പറഞ്ഞാൽ കൂട്ടിക്കലർത്തുക, ഇടകലർത്തുക എന്നുള്ളതാണ്. ഈ നോട്ട്സ് എന്ന് പറഞ്ഞാൽ നോട്ട്, അതായത് ശബ്ദം, ഈണം എന്നുള്ളതാണ്. സംഗീതത്തിൽ സംഗീത ഈണങ്ങളെ നോട്ട്സ് എന്ന് പറയും, നൊട്ടേഷൻ എന്നൊക്കെ പറയും. സോ ഐ ഹേർഡ് 1,000 ബ്ലൻഡഡ് നോട്ട്സ്. ഞാൻ ആയിരക്കണക്കിന് മീൻസ് ധാരാളം മ്യൂസിക്കൽ നോട്ട്സ് മീൻസ് ധാരാളം സംഗീത വീചികൾ, ശബ്ദങ്ങൾ, പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഇടകലർന്ന സംഗീതം ഞാൻ കേട്ടു എന്നാണ് പറയുന്നത്. അതായത് പ്രകൃതിയിൽ നിന്നും കേൾക്കുന്ന വ്യത്യസ്തമായ ശബ്ദങ്ങൾ, ലൈക്ക് പക്ഷികളുടെ കളകൂജനങ്ങൾ, നിങ്ങൾക്കറിയാം ചീവീട്, അതുപോലെ ആനയുടെ ഓരിയിടലുകൾ, സിംഹത്തിൻ്റെ ഗർജനം, വെള്ളമൊഴുകുന്ന കളകളാ ശബ്ദം, ഇതുപോലുള്ള ധാരാളം ശബ്ദങ്ങൾ, കിളികളുടെ ശബ്ദങ്ങളെ സംഗീതമായിട്ട് ഉപമിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രകൃതിയിൽ നിന്നും കേൾക്കുന്ന ധാരാളം ശബ്ദങ്ങളുണ്ട്. ഇതെല്ലാം ഇടകലർന്നുള്ള ഒരു വലിയ സംഗീതം. അത് ആര് കേൾക്കുന്നു? ഞാൻ കേൾക്കുന്നു. ഇവിടെ ഞാൻ എന്ന് പറയുന്നത് നമ്മുടെ കവിയാണ്. സോ ഐ ഹേർഡ് 1,000 ബ്ലൻഡഡ് നോട്ട്സ്. ധാരാളം സംഗീതം, പ്രകൃതിയുടെ സംഗീതം ഞാനിങ്ങനെ കേട്ടു. വൈൽ ഇൻ എ ഗ്രൂവ് ഐ സേറ്റ് റിക്ലൈൻഡ്. എവിടെ വെച്ചാണ് അദ്ദേഹം ഇത് കേൾക്കുന്നത്? വൈൽ ഇൻ എ ഗ്രൂവ്. ഗ്രൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോപ്പ്, തോട്ടം എന്നൊക്കെയാണ്. ധാരാളം മരങ്ങൾ നിൽക്കുന്ന ഒരു തോട്ടം. അപ്പോൾ ഇദ്ദേഹം ധാരാളം മരങ്ങൾ നിൽക്കുന്ന ഒരു തോട്ടത്തിൽ ഇരുന്നിട്ടാണ് ഇത് കേൾക്കുന്നത്. ഇതിൽ ഈ സെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾഡ് ഇംഗ്ലീഷ് പദമാണ്. അതേ സമയത്ത് അതായത് സാറ്റ് എന്ന ഇരുന്നു എന്ന അർത്ഥം വരുന്ന ഒരു ഓൾഡ് ഇംഗ്ലീഷ് പദമാണ് സെയ്റ്റ്. ഇതുപോലെ തന്നെ ഇതിന് മറ്റൊരു അർത്ഥമുണ്ട്. അതിങ്ങനെയാണ് സംതൃപ്തനാകുക എന്നൊരർത്ഥം നമുക്ക് ന്യൂ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. ടു സാറ്റിസ്ഫൈ എ ഡിസയർ. അപ്പോൾ ഇവിടെ എന്താണ്? നമ്മുടെ കവി അവിടെ ആ തോട്ടത്തിൽ സംതൃപ്തിയോടുകൂടി ഇരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. ഐ സെയ്റ്റ് റിക്ലൈൻഡ്. റിക്ലൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാം, വാഹനങ്ങളിലൊക്കെ സീറ്റ് റിക്ലൈൻ ചെയ്യാമെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് വളരെ സുഖകരമായ രീതിയിൽ ചാരി കിടക്കുന്നതിനെ അല്ലെങ്കിൽ വിശ്രമിക്കുന്നതിനെയാണ് ഈ റിക്ലൈൻ എന്ന് പറയുക. ഓക്കെ, സോ ഇവിടെ പ്രകൃതിയുടെ സംഗീതം കേട്ടുകൊണ്ട് അത് ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹം ആ ചെറിയ തോട്ടത്തിൽ ഇങ്ങനെ ചാരിക്കിടന്ന് ആസ്വദിക്കുകയാണ് ആ പ്രകൃതി. ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് വെൻ പ്ലസന്റ് തോട്ട്സ്. ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ്, ആ സുന്ദരമായ മനോഹരമായ ആ മൂഡിലെ അവസ്ഥയിൽ അദ്ദേഹം ഇങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോൾ, വെൻ പ്ലസന്റ് തോട്ട്സ്, അതായത് അദ്ദേഹത്തിൻ്റെ ആ സുന്ദരമായ സന്തോഷകരമായ അത്തരത്തിലുള്ള ചിന്തകൾ, ആ ഫീലിംഗ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്. ദുഃഖകരമായ എന്തൊക്കെയോ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. അതായത് അദ്ദേഹം സന്തോഷകരമായ ആ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് മനോഹരമായ ഒരവസ്ഥയിൽ ഇരിക്കുമ്പോഴും ആ ഒരവസ്ഥ അദ്ദേഹത്തിൻ്റെ ചിന്തയിലേക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതര ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. എന്താണ്? ഒരു സങ്കടകരമായിട്ടുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരികയാണ്.
എന്തായിരിക്കും ആ സങ്കടകരമായ ചിന്ത? പ്രകൃതിയിൽ അദ്ദേഹം ഈ സംഗീതം ആസ്വദിച്ച് പ്രകൃതിയെ ആസ്വദിച്ച് സന്തോഷകരമായിരിക്കുമ്പോഴും അദ്ദേഹത്തിന് സങ്കടം മനസ്സിലേക്ക് വരാൻ കാരണം എന്താണ്? ആ ഒരു കാരണം നമുക്കിനിയുള്ള വരികളിൽ കാണാം. നമുക്കിനി ഫസ്റ്റ് സ്റ്റാൻസിനൊന്ന് വിശകലനം ചെയ്യാം. ഇതിലെ റൈമിംഗ് വേർഡ്സ് ശ്രദ്ധിക്കൂ. നോട്ട്സ്, തോട്ട്സ്, അതുപോലെ റിക്ലൈൻഡ്, മൈൻഡ്. ഇതാണ് ഇതിലെ റൈമിംഗ് വേർഡ്സ്. അതുപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച്. വിഷ്വൽ ഇമേജ് നിങ്ങൾക്കിവിടെ കാണാം അല്ലേ? വിഷ്വൽ ഇമേജ് ഇവിടെ ഇതിനകത്തുണ്ട്. ഗ്രൂവ്, ആ തോട്ടം, ആ മനോഹരമായ ധാരാളം മരങ്ങൾ നിൽക്കുന്ന തോട്ടം, അതൊരു വിഷ്വൽ ഇമേജാണ്. അതുപോലെ ഒരു ഓഡിറ്ററി ഇമേജും ഇതിനകത്തുണ്ട്. ഏതാണ്? 1000 blended notes എന്നുള്ളത് ഓഡിറ്ററി ഇമേജാണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റാൻസ. To her fair works did nature link the human soul that through me ran, and much it grieved my heart to think what man has made of man. To her fair works did nature link. To her fair works, അതായത് അവളുടെ പ്രകൃതിയുടെ ഫെയർ ആയിട്ടുള്ള വർക്കിൽ, വളരെ മനോഹരമായിട്ടുള്ള അവളുടെ ആ വർക്കിൽ, ഡിഡ് നേച്ചർ ലിങ്ക്, പ്രകൃതി നേച്ചർ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ, അതായത് മനുഷ്യൻ്റെ ആത്മാവ്, അത് എന്നിലൂടെ ഓടുന്ന, എന്നിലൂടെ ഉള്ള, എന്നിൽ വർക്ക് ചെയ്യുന്ന, എന്നിൽ ആയിരിക്കുന്ന മനുഷ്യൻ്റെ ആത്മാവ്, ഓരോ മനുഷ്യനിലുമുള്ള മനുഷ്യൻ്റെ ആത്മാവ്, അത് പ്രകൃതിയുടെ നല്ല വർക്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ കവി പറയുന്നത് കവിയുടെ ശരീരത്തിലുള്ള ആത്മാവ് അത് തന്നെയാണ് പ്രകൃതിയിലും ഉള്ളത്. ആ ആത്മാവിനെ പ്രകൃതി കണക്ട് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട്? പ്രകൃതിയുടെ എല്ലാ മേഖലയിലുമുള്ള എല്ലാ വസ്തുക്കളുമായിട്ട്. അതിനെയാണ് പ്രകൃതി വർക്ക് എന്ന് പറയുന്നത്. പ്രകൃതിയിൽ ഉള്ള എല്ലാമായിട്ടും, അതായത് പ്രകൃതിയും മനുഷ്യനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനാവാത്ത ഒരു ബന്ധമുണ്ട്, ഒരു ആത്മബന്ധമുണ്ട് എന്നാണ് ഇവിടുത്തെ ആശയം. അതായത് പ്രകൃതിയിലെ മരങ്ങൾ, പുഷ്പങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ എല്ലാമായിട്ട് പ്രകൃതിക്ക് ഒരു ബന്ധമുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനുമായിട്ടും സെയിം ബന്ധമുണ്ട് എന്ന് പറയുകയാണ്. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക്. ഇതൊക്കെ മനസ്സിലാകുമ്പോഴും ഒരു കാര്യം ചിന്തിക്കുമ്പോൾ കവിയുടെ മനസ്സിലേക്ക് ഒരുപാട് സങ്കടം, പ്രയാസം എത്തുന്നു. ഏതാണ് ആ കാര്യം? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. മനുഷ്യനോട് ചെയ്യുന്ന കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? മനുഷ്യൻ ചെയ്യുന്ന യുദ്ധങ്ങൾ, അടിപിടികൾ, അസ്വാരസ്യങ്ങൾ, കുശുമ്പ്, മത്സരം, ദേഷ്യം, മനുഷ്യന് സന്തോഷമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സ്നേഹിക്കുകയല്ല, പകരം എന്തൊക്കെ കാര്യങ്ങളാണ് മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്. നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, കവിത എഴുതുന്ന ഈ സമയത്ത് അവിടെ ധാരാളം യുദ്ധങ്ങൾ നടന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കവി ഈ ഒരു കാര്യം രേഖപ്പെടുത്തുന്നത്. അപ്പോൾ മനുഷ്യന് തന്നെ ചെയ്യുന്ന ദ്രോഹങ്ങൾ ഭയങ്കരമായിട്ട് കവിയെ വേദനിപ്പിക്കുന്നു. മനുഷ്യനോട് മാത്രമല്ല ദ്രോഹങ്ങൾ ചെയ്യുന്നത്, പ്രകൃതിയോടും ചെയ്യുന്നു. പ്രകൃതി നശിപ്പിക്കുന്നത് ആരാണ്? മനുഷ്യൻ തന്നെയാണ്. നമ്മൾ ഈ കാലഘട്ടങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കവി പറഞ്ഞു വെക്കുന്നത്. ഈ സെക്കൻഡ് സ്റ്റാൻസയുടെ ആകത്തുക എന്ന് പറയുന്നത് ഇത്രയുമാണ്. പ്രകൃതി അതിൻ്റെ മനോഹരമായ പദ്ധതിയിൽ മനുഷ്യനെയും ചേർത്ത് വച്ചിരിക്കുന്നു. കാരണം പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഒരു ആത്മബന്ധമുണ്ട്. പ്രകൃതിയിലുള്ള ബാക്കി എല്ലാ വസ്തുക്കളുമായിട്ട് പ്രകൃതിക്കുള്ളതുപോലെ തന്നെ. എന്നാലും ഇതേപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ കവിയുടെ മനസ്സിലേക്ക് സങ്കടം വരികയാണ്. കാരണം എന്താണ്? ആ ചിന്ത ഇതാണ്: മനുഷ്യനോട് തന്നെ ചെയ്യുന്നത് എന്താണ്? മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്നത് എന്താണ്? മനുഷ്യൻ്റെ ക്രൂരതകൾ. ഓക്കെ, ഇനി നമുക്ക് ഈ സ്റ്റാൻസയിലെ റൈമിംഗ് വേർഡ്സ് നോക്കാം. ലിങ്ക്, തിങ്ക്, റാൻ, മാൻ. ഓക്കെ, ഇതാണ് റൈമിംഗ് വേർഡ്സ്. ഇനി ഇതിലെ ഫിഗർ ഓഫ് സ്പീച്ച് നോക്കാം. പേഴ്സോണിഫിക്കേഷൻ ആണ് മെയിനായിട്ട് നമ്മൾ കാണുന്നത്. ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക്. ടു ഹെർ ഫെയർ വർക്ക്സ്, അതായത് മനുഷ്യൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ പ്രകൃതിക്ക് കൊടുത്തുകൊണ്ട് ഇവിടെ പ്രകൃതിയെ, നേച്ചറിനെ പേഴ്സോണിഫൈഡ് ആയിട്ട് കാണുകയാണ് അല്ലേ? പേഴ്സോണിഫൈ ചെയ്യുകയാണ്. നോക്കൂ, ടു ഹെർ ഫെയർ വർക്ക്സ്, പ്രകൃതിയെ അവൾ എന്ന് വിളിച്ചതുകൊണ്ട് അവിടെ പേഴ്സോണിഫിക്കേഷനാണ്. മറ്റൊന്ന് ഇവിടെ അലിട്രേഷൻ ഉണ്ട്. ആൻഡ് മച്ച്
it grieved my heart to think what man has made of man. ഇവിടെ എന്നുള്ള ശബ്ദം കേൾക്കുന്നുണ്ട് അല്ലേ? മച്ച്, മൈ, മാൻ, മെയ്ഡ്, മാൻ എന്നുള്ള സംഭവങ്ങൾ കേൾക്കുന്നുണ്ട്. സോ അവിടെ അലിട്രേഷൻ. ഇനി മൂന്നാമത്തെ സ്റ്റാൻസ് നോക്കാം. Through primrose staves in that green bower, the periwinkle trail its wreath, and 'tis my fate that every flower enjoys the air it breathes. Through primrose staves in that green bower. ഇതിൽ ഈ പ്രിംറോസ് എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറിലുള്ള ഒരു പൂവാണ്. ഓക്കെ, ടഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെണ്ട് അല്ലെങ്കിൽ കൂട്ടം എന്നൊക്കെയാണ് അർത്ഥം. അതായത് മഞ്ഞ കളറുള്ള പൂക്കളുടെ ഒരു കൂട്ടം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. പിന്നെ ഗ്രീൻ ബോവർ എന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പുള്ള ധാരാളം വള്ളികൾ നിറഞ്ഞ് ചുറ്റിക്കിടക്കുന്നതിനെയാണ് പറയുക. അതായത് ഒരു വള്ളിക്കുടിൽ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതായത് വള്ളിപ്പടർപ്പുകൾ. ഓക്കെ, ത്രൂ പ്രിംറോസ് സ്റ്റാഫ്സ് ഇൻ ദാറ്റ് ഗ്രീൻ ബവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളിപ്പടർപ്പുകളാൽ നിറഞ്ഞു നിൽക്കുന്ന ആ വള്ളിക്കുടിലിൽ നമ്മുടെ മഞ്ഞ നിറമുള്ള പൂക്കളായ പ്രിംറോസ് അതിൻ്റെ ഒരു കൂട്ടം തന്നെയുണ്ട്. ഈ കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ദ പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റാറ്റ്സ്. എന്താണ് പെരിവിങ്കിൾ? മഞ്ഞ നിറമുള്ള പൂക്കൾ കായ്ക്കുന്ന അല്ലെ ആ പൂക്കളെയാണ് പെരിവിങ്കിൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ചെടിയാണത്. ഓക്കെ, മഞ്ഞ കളറുള്ള പൂക്കളമാണ് ഈ ചെടിയിലുള്ളത്. അതുപോലെ വ്രത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുഷ്പമാല, പുഷ്പഹാരം എന്നൊക്കെ പറയില്ലേ, അതാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? അതായത് പ്രിംറോസ് എന്ന മഞ്ഞ കളറുള്ള പൂക്കളുകൾ കൂട്ടത്തോടെ നിൽക്കുന്ന ആ വള്ളിപ്പടർപ്പിനിടയിൽ അല്ലെങ്കിൽ ആ വള്ളിക്കുടിലിനിടയിലൂടെ നീല കളറുള്ള പൂക്കളായ പെരിവിങ്കിൾ ഇതിൻ്റെ കൂടെ ചേർന്ന് ഇടകലർന്ന് ഒരു പ്രശ്നവുമില്ലാതെ ഐക്യത്തോടുകൂടി ഒരുമിച്ച് ജീവിക്കുന്നു, ഒരുമിച്ചായിരിക്കുന്നു എന്നാണ് പ്രകൃതി പറയുന്നത്. ആൻഡ് it is my faith that every flower enjoys the air it breathes. ഇവിടെ കവി പറയാണ്, it is my faith, this is my faith. എന്താണ് എൻ്റെ ഫെയ്ത്ത്? ഞാനിങ്ങനെ വിശ്വസിക്കുന്നു. that every flower enjoys the air it breathes. എല്ലാ പൂക്കളും, ഓരോ പൂക്കളും അവർ ബ്രീത്ത് ചെയ്യുന്ന ആ എയർ അവർ ആസ്വദിക്കുന്നു. അതായത് എല്ലാ പൂക്കളും അവർ ശ്വസിക്കുന്ന ആ എയർ എൻജോയ് ചെയ്യുന്നു. ഇവിടെ കവി ഉദ്ദേശിക്കുന്ന ഇതാണ്. പ്രകൃതിയിലേക്ക് നോക്കൂ, പുഷ്പങ്ങളെ നോക്കൂ, വള്ളിപ്പടർപ്പുകളെ നോക്കൂ. പല വിധത്തിലുള്ള പുഷ്പങ്ങൾ, പല വിധത്തിലുള്ള വള്ളിപ്പടർപ്പുകൾ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ഐക്യത്തോടുകൂടി പൂക്കളാൽ സന്തോഷകരമായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ. അവർ ആ ശ്വസിക്കുന്ന ശ്വാസം പോലും, എയർ പോലും ആസ്വദിക്കുന്നു. സുഖകരമായ സന്തോഷകരമായ ഒരു ജീവിതം അവർ നയിക്കുന്നു, സന്തോഷത്തോടെ ആയിരിക്കുന്നു പ്രകൃതിയിൽ എന്ന് കവി പറയുകയാണ്. ഇവിടെ കവി മുന്നോട്ട് വെക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതേ സമയം എന്താണ് മനുഷ്യൻ്റെ അവസ്ഥ? ഇനി നമുക്ക് ഈ മൂന്നാമത്തെ സ്റ്റാൻസയിലെ റൈമിംഗ് വേർഡ്സ് നോക്കാം. ബവർ, ഫ്ലവർ, റട്സ്, ബ്രേഡ്സ്. ഇതാണ് ഇതിലെ റൈമിംഗ് വേർഡ്സ്. ഇതിൽ ധാരാളം ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. ആദ്യമേ തന്നെ നമുക്ക് വിഷ്വൽ ഇമേജസ് നോക്കാം. വിഷ്വൽ ഇമേജറി നോക്കൂ. പ്രിംറോസ് സ്റ്റാഫ്സ്, ഗ്രീൻ ബവർ, പെരിവിങ്കിൾ, ഫ്ലവേഴ്സ്. ഇതെല്ലാം വിഷ്വൽ ഇമേജാണ്. നിങ്ങൾക്കറിയാം വിഷ്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഇമേജസ് അല്ലേ. ഇതുപോലെ മറ്റൊന്ന് ഓൾഫാക്ടറി ഇമേജസ് ആണ്. നോക്കൂ, പ്രിംറോസ്, പെരിവിങ്കിൾ, ഫ്ലവർ അല്ലേ. ഇതെല്ലാം നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്നതാണ് പൂക്കളായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് സ്മെല്ലുമായി ബന്ധപ്പെട്ട ഇമേജസിനെയാണ് നമ്മൾ ഓൾഫാക്ടറി ഇമേജസ് എന്ന് പറയാം. സോ ഇതെല്ലാം ഓൾഫാക്ടറി ഇമേജസ് ആണ്. മറ്റൊന്ന് പേഴ്സോണിഫിക്കേഷൻ ആണ്. ഈ ലൈനിൽ നോക്കൂ, എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ് അല്ലേ. എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. ശരിക്കും ശ്വാസം എടുത്ത് ശ്വസിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്ന മനുഷ്യരല്ലേ. അപ്പം മനുഷ്യൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുകയാണ്, പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പേഴ്സോണിഫിക്കേഷൻ ഇവിടെയുണ്ട്. മറ്റൊന്ന് അസോണൻസ് ആണ്. നിങ്ങൾ നോക്കൂ, ദ പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റാറ്റ്സ്. ഇവിടെ അസോണൻസ് ഉണ്ട്. എങ്ങനെയാണത്? വവൽ സൗണ്ട് ഇങ്ങനെ അടുപ്പിച്ചടുത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ അസോണൻസ് എന്ന് പറയാം. ഓക്കെ, കോൺസണൻറ്റ് സൗണ്ട്സ് ആണ് ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ അലിട്രേഷൻ എന്നും പറയും. അപ്പോൾ ഇവിടെ വവൽ സൗണ്ടാണ്. നിങ്ങൾ നോക്കൂ, ദ പെരിവിങ്കിൾ, ആ പെരിവിങ്കിൾ തന്നെ അടുപ്പിച്ച് ആയി വരുന്നുണ്ട്. പിന്നെ ട്രെയിൽഡ് അവിടെ വരുന്നുണ്ട്. പിന്നെ ഈറ്റ്സ് അവിടെ ആയി വരുന്നുണ്ട് അല്ലേ. അടുപ്പിച്ച് വരും.
നാലാമത്തെ സ്റ്റാൻസ. The birds around me hopped and played. Their thoughts I cannot measure. But the least motion which they made, it seemed a thrill of pleasure. തൊട്ട് മുമ്പത്തെ സ്റ്റാൻസിൽ നമ്മൾ കണ്ടു പ്രകൃതിയിലെ ഫ്ലവേഴ്സ്, വള്ളികൾ, ചെടികളൊക്കെ എത്രമാത്രം സന്തോഷകരമായിട്ടാണ് ഐക്യത്തോടുകൂടി ജീവിക്കുന്നതെന്ന്. ഇനി ഈ സ്റ്റാൻസിൽ നമ്മൾ കാണുന്നത് പ്രകൃതിയിലെ ബേർഡ്സിൻ്റെ അവസ്ഥയെ പറ്റിയാണ്. ദ ബേർഡ്സ് അറൗണ്ട് മീ മീൻസ് എനിക്ക് ചുറ്റിലുമുള്ള ബേർഡ്സ് അവരെന്താണ് ചെയ്യുന്നത്? ദേ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്. ഈ ഹോപ്ഡ് എന്ന് പറഞ്ഞാൽ ചാടുക എന്നാണ് അർത്ഥം. അതായത് ഇവർ ചാടി തുള്ളി കളിക്കുകയാണ്. Their thoughts I cannot measure. അവരുടെ ചിന്തകളെ I cannot measure, എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അളക്കാൻ സാധിക്കുകയില്ല, അതിൻ്റെതായ അർത്ഥത്തിൽ അളക്കാൻ സാധിക്കുകയില്ല. But the least motion which they made, പക്ഷേ അവരുടെ ഓരോ ചെറിയ അനക്കങ്ങൾ പോലും, അവർ ചെയ്യുന്ന ഓരോ ചെറിയ അനക്കങ്ങൾ പോലും it seemed a thrill of pleasure, വളരെ സന്തോഷത്തോടെ വളരെ ത്രിൽഡ് ആയിട്ടുള്ള ഒരവസ്ഥയിലാണ് അവരെന്ന് എനിക്ക് തോന്നുന്ന രീതിയിലാണ്. അതായത് ഈ സ്റ്റാൻസിൽ കവി പറയാണ്, ബേർഡ്സിനെ നോക്കൂ, അവർ ഈ പ്രകൃതിയിൽ തുള്ളിച്ചാടി സന്തോഷിക്കുകയാണ്. അവരുടെ ആ സന്തോഷത്തെ എത്രമാത്രം എനിക്ക് അളക്കാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ അർത്ഥത്തിൽ പറ്റുന്നില്ലെങ്കിൽ കൂടിയും എനിക്ക് അവരുടെ ഓരോ ചലനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ഓരോ നിമിഷവും ത്രില്ലടിച്ച് നന്നായിട്ട് ആഘോഷിച്ച് സന്തോഷിച്ച് ജീവിക്കുന്നതായിട്ടാണ് എന്നാണ്. ഇനി ഈ സ്റ്റാൻസിലെ റൈമിംഗ് വേർഡ്സ് നോക്കാം. പ്ലേഡ്, മെയ്ഡ്, measure, pleasure, ഇതാണ് ഇതിലെ റൈമിംഗ് വേർഡ്സ്. ഇനി ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് നോക്കാം. വിഷ്വൽ ഇമേജ് ഉണ്ട്, ബേർഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ, നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, വിഷ്വൽ ഇമേജ് ആണ്. അതുപോലെ അലിട്രേഷൻ ഉണ്ട്. ഇവിടെ നോക്കൂ, ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദൈ മെയ്ഡ്, ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദൈ മെയ്ഡ് അലിട്രേഷൻ ആണ് അല്ലേ, കോൺസണൻസ് അടുപ്പിച്ച്. ഇനി നമുക്ക് ആറാമത്തെ സ്റ്റാൻസ് നോക്കാം. If this belief from heaven be sent, if such be nature's holy plan, have I not reason to lament what man has made of man? If this belief from heaven be sent, ഈ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആശയം അത് സ്വർഗത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് എങ്കിൽ, ഇവിടെ പറയുന്ന ഈ വിശ്വാസം അല്ലെങ്കിൽ ഈ ആശയം എന്താണ്? ഈ സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണെങ്കിൽ എന്ന് ചോദിക്കുന്ന ഈ ആശയം എന്താണ്? അത് മറ്റൊന്നുമല്ല, പ്രകൃതിയിൽ എല്ലാ വസ്തുക്കളും പ്രകൃതിയോടൊത്ത് ഐക്യത്തിൽ ഒന്നായി സന്തോഷിച്ച് സൗഹാർദ്ദത്തിൽ ഇരിക്കുക എന്നതാണ് ആ ആശയം. ഓക്കെ, ഇവിടെ ചോദിക്കുകയാണ്, ഈ ഒരു ആശയം അല്ലെ ആ വിശ്വാസം അത് സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടത് ആണ് എങ്കിൽ, ഇഫ് സച്ച് ബി നേച്ചേഴ്സ് ഹോളി പ്ലാൻ, ഇത് തന്നെ പ്രകൃതിയുടെ വിശുദ്ധമായ ഒരു മഹത്തായ പദ്ധതിയാണ് എങ്കിൽ, നമ്മൾ നേരെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞതേ കാര്യം, പ്രകൃതിയുമായി എല്ലാ വസ്തുക്കളും ചരാചരങ്ങളും ഒരുമിച്ച് ഐക്യത്തിൽ സന്തോഷിച്ച് ജീവിക്കുക എന്നുള്ളത്, അത് ഒരു പ്രകൃതിയുടെ തന്നെ വിശുദ്ധമായ മഹത്തരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് എങ്കിൽ. ഇപ്പോൾ രണ്ട് എങ്കിലാണ് നമ്മൾ കണ്ടത് അല്ലേ. അതായത് മനുഷ്യൻ പ്രകൃതിയുമായിട്ട് ഒന്നിച്ച് സന്തോഷിച്ച് ആഹ്ലാദിച്ച് ജീവിക്കുക എന്നത് മനുഷ്യൻ മാത്രമല്ല എല്ലാ ചരാചരങ്ങളും, അത് ഒന്നെങ്കിൽ എന്താണ് സ്വർഗത്തിൽ നിന്നും അയക്കപ്പെട്ടിട്ടുള്ള ഒരു വിശുദ്ധമായിട്ടുള്ള ഒന്നാണ്, ഒരാശയമാണ്. അങ്ങനെയാണ് എങ്കിലോ, അല്ലെങ്കിൽ ഇത് പ്രകൃതിയുടെ തന്നെ ഒരു മഹത്തായ പദ്ധതിയാണ് എങ്കിലോ, ഹാവ് ഐ നോട്ട് റീസൺ ടു ലാമെന്റ്, ഇവിടെ ഒരു ചോദ്യമാണ്, വിലപിക്കാൻ സങ്കടപ്പെടാൻ എനിക്കിവിടെ കാരണമില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്താണ് കാരണം? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, എന്തൊക്കെയാണ് മനുഷ്യനോട് ചെയ്തു കൂട്ടുന്നത്, ഈ പ്രകൃതിയോട് ചെയ്തു കൂട്ടുന്നത്. അപ്പോൾ ഈ സ്റ്റാൻസിൽ പറയാണ്, എല്ലാ സർവ്വചരാചരങ്ങളും പ്രകൃതിയുമായി ഇണങ്ങി വളരെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകേണ്ട മനുഷ്യൻ അസന്തുഷ്ടരായി ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ട് വളരെ അൺഹാപ്പിയായിട്ട് സ്വർഗത്തിൽ നിന്നും അയക്കപ്പെട്ടിട്ടുള്ള പ്രകൃതിയുടെ വിശുദ്ധമായ പദ്ധതിക്കെതിരായിട്ട് വളരെ ഭയാനകമായ ഭീകരമായ രീതിയിൽ വളരെ ദുഷ്ട ചെയ്തികൾ കൊണ്ട് മനുഷ്യൻ ജീവിക്കുകയാണ്. അപ്പോൾ പോയിട്ട് ചോദിക്കുകയാണ്, അതുകൊണ്ട് തന്നെ എനിക്കിവിടെ സങ്കടപ്പെടാൻ കാരണമില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്.
ഈ ഒരു അവസ്ഥ കണ്ടിട്ട് സങ്കടപ്പെടുകയാണ്. എല്ലാ ജീവികളും പ്രകൃതിയോട് ഒന്നിച്ച് സന്തോഷിച്ച് അവിടെ ആയിരിക്കുന്ന അവസ്ഥയിൽ ആഹ്ലാദിക്കുമ്പോൾ മനുഷ്യൻ മാത്രം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു, പ്രകൃതിയിൽ നിന്ന് അകന്നു നിൽക്കുന്നു, പ്രകൃതിയെ തന്നെ നശിപ്പിക്കുന്നു. അല്ലേ? ഇത് കണ്ടിട്ട് സങ്കടപ്പെടുന്ന കവിയെയാണ് നമ്മൾ കാണുന്നത്. ഈ മനുഷ്യൻ്റെ ചെയ്തികളിൽ നമ്പർ 1 ചെയ്തിയാണ് പ്രകൃതിയോട് ചെയ്യുന്ന തെറ്റായ രീതികൾ. മറ്റൊന്ന് മനുഷ്യൻ ചെയ്യുന്ന യുദ്ധങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, കവിത രചിക്കപ്പെടുന്ന കാലഘട്ടങ്ങളിൽ ധാരാളം യുദ്ധങ്ങൾ നടന്നിരുന്നു. അതെല്ലാം ഇതിന് ഭാഗമായിട്ടുണ്ട്, ഈ ഒരു ചിന്ത കൊണ്ടുവരാൻ ഭാഗമായിട്ടുണ്ട്. ഇനി ഈ സ്റ്റാൻസയുടെ റൈമിംഗ് സ്കീം നോക്കാം. സെൻഡ്, ലാമൻറ്റ്, പ്ലാൻ, മാൻ. ഇതാണ് ഇവിടുത്തെ റൈമിംഗ് സ്കീം. ഇനി ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് നോക്കാം. ആദ്യമായി തന്നെ വിഷ്വൽ ഇമേജ്, ഹെവൻ, നേച്ചർ, മെൻ എന്നുള്ളതൊക്കെ വിഷ്വൽ ഇമേജ് ആണ്. മറ്റൊന്ന് ഓഡിറ്ററി ഇമേജ് ഉണ്ട്, അതായത് കേൾക്കാൻ പറ്റുന്നത്. ലാമൻറ്റ്, ലാമൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിലപിക്കുക. വിലപിക്കുന്നത്, കരയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും, അല്ലേ? ഓഡിറ്ററി ഇമേജ് ആണ്. ഇനി അലിട്രേഷൻ ഉണ്ട്. ഇഫ് ദിസ് ബിലീഫ് ഫ്രം ഹെവൻ ബി സെൻഡ്, അത് അലിട്രേഷന് ഉദാഹരണമാണ്. മറ്റൊന്ന് പേഴ്സോണിഫിക്കേഷനാണ്. നമുക്കിവിടെ അറിയാം നേച്ചേഴ്സ് ഹോളി പ്ലാൻ. നേച്ചേഴ്സ് ഹോളി പ്ലാൻ, അല്ലേ? മനുഷ്യന് മാത്രമുള്ള ഒരു ക്വാളിഫിക്കേഷൻ അവിടെ കൊടുക്കുക, നേച്ചറിൻ്റെ വിശുദ്ധമായ പദ്ധതി. അപ്പോൾ അവിടെ പേഴ്സോണിഫിക്കേഷനാണ്. ഇനി ഈ പോയത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈനാണ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, അല്ലേ? എന്താണ് മനുഷ്യൻ മനുഷ്യനോട് തന്നെ ചെയ്തിരിക്കുന്നത്? പ്രകൃതിയോട് ചെയ്തിരിക്കുന്നത്. പ്രകൃതിയോട് ചെയ്യുന്നതല്ല, മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലൈൻ ഈ പോയത്തിലെ. ഈ ലൈൻ അലിട്രേഷൻ ഒരു ഉദാഹരണമാണ്, അതേസമയം തന്നെ അസോണൻസിനും ഒരു ഉദാഹരണം. ഈ പോയത്തിൻ്റെ റൈമിംഗ് സ്കീം AB എന്നാണ്. ഇനി നമുക്ക് ഈ കവിതയുടെ ആശയം ആദ്യം മുതൽ അവസാനം വരെ മൊത്തത്തിലൊന്ന് സംഗ്രഹിക്കാം. Now let's go through the theme of the poem. Here we see the poet sitting reclined in a grove, fully satisfied by the pleasant sights, sounds, and music of nature. But at the same time, he became sad, thinking unpleasant deeds of humanity. Poet says that nature has linked all human souls, including poets, to nature. But what man has made of man? Poet sees the nature around him and enjoys the thrill of birds, flowers, plants, and the pleasure they have. He thinks that the pleasure they enjoy is sent from heaven as nature's holy plan. But the attitude of human being is a reason for the poet to lament. ഒരു തോട്ടത്തിൽ മരക്കൂട്ടങ്ങൾക്കിടയിൽ പ്രകൃതിയുടെ സംഗീതം കേട്ട് വളരെ സന്തോഷത്തോടെ ചാരിയിരുന്ന് സംതൃപ്തിയോടെ ആ മനോഹര കാഴ്ചകളും ശബ്ദങ്ങളും ആസ്വദിക്കുകയാണ് നമ്മുടെ കവി. എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ മനുഷ്യൻ്റെ ദുഷ്ചെയ്തികളെക്കുറിച്ചുള്ള ചിന്തകൾ അദ്ദേഹത്തെ ദുഃഖിപ്പിക്കുകയാണ്. അദ്ദേഹം ചിന്തിക്കുന്നു, പ്രകൃതി താൻ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരെയും ആത്മീയമായി പ്രകൃതിയോട് വളരെയധികം ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ മനുഷ്യൻ പ്രകൃതിയോടും മനുഷ്യനോട് തന്നെയും എത്ര നിഷേധാത്മകമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതോർത്ത് കവി സങ്കടപ്പെടുകയാണ്. ചുറ്റുമുള്ള പ്രകൃതിയിൽ കവി കാണുന്നത് വളരെ സൗഹൃദത്തോടെ, ഐക്യത്തോടെ, സന്തോഷത്തോടെ നിലകൊള്ളുന്ന പൂക്കളെയും മരങ്ങളെയും പക്ഷികളെയും മറ്റ് ചരാചരങ്ങളെയുമാണ്. അങ്ങനെ ആനന്ദത്തോടെ ആയിരിക്കുക എന്നത് പ്രകൃതിയുടെ വിശുദ്ധ പദ്ധതിയായി സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടതാണ് എന്ന് കരുതുന്ന കവി മനുഷ്യൻ്റെ മനോഭാവം ദുഃഖത്തിന് വളരെയധികം കാരണമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇവിടെ. ഇനി നമുക്കൊരു വർക്ക് ചെയ്യാം. ഓരോ സ്റ്റാൻസയുടെയും ആശയം, അതുപോലെ ആ സ്റ്റാൻസയിലെ റൈമിംഗ് വേർഡ്സ്, ഫിഗർ ഓഫ് സ്പീച്ച് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ചെറിയൊരു നോട്ട് ഓരോ സ്റ്റാൻസയ്ക്കും നിങ്ങൾ എഴുതി ഉണ്ടാക്കുക. ടോട്ടൽ 6 സ്റ്റാൻസയാണുള്ളത്. അതിനാൽ തന്നെ 6 നോട്ട്സ് നിങ്ങൾ തയ്യാറാക്കേണ്ടതാണ്.